നമസ്കാരം. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഇവൻറ്റുകൾ അടക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ആളുകളും കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഗ്ലോബലി നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാന എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ പ്രധാനമായിട്ടും ഈ ന്യൂസിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 600-ലേറെ പോയിന്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. IT സെക്ടർ മാത്രം 2 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ്, അതിൽ TCS മാത്രം ഏകദേശം ഒരു 70,000 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയ ഒരു ആഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ പ്രധാന മൂല കാരണം നമ്മൾക്കറിയാം, H1B വിസ നിയന്ത്രണമായിരുന്നു IT സെക്ടറിന് ഇത്ര വലിയൊരു ഫോളിന് സാക്ഷ്യം വഹിച്ചത്. അതുമാത്രമല്ല, FISന്റെ സെല്ലിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. 19,000 കോടി രൂപയാണ് 5 ദിവസം കൊണ്ട് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെൽ ഓഫ് ചെയ്തത്. അടുത്തിടെ അവരുടെ ആക്ടിവിറ്റീസിൽ, അവരുടെ വീക്കിലി ആക്ടിവിറ്റീസിൽ ഏറ്റവും സീവിയർ ആയിട്ടുള്ള സെല്ലിംഗ് ആയിട്ട് ഈ ഒരു ആഴ്ചനെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. IT ഇൻഡെക്സ് മാത്രം ഏകദേശം 8% ആണ് വീക്കിലി അടിസ്ഥാനത്തിൽ ഫോൾ ആയിട്ടുള്ളത്. IT കമ്പനീസ് മാത്രമല്ല, റിയാലിറ്റി കമ്പനീസും 6% ഫോൾ ഉണ്ടാക്കി. ഫാർമ കമ്പനീസ് 5%, ഫാർമ സെക്ടർ 5% ഒരു ഫോള് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് വീക്കിലി അടിസ്ഥാനത്തിൽ. പ്രസിഡന്റ് ട്രംപ് ഫ്രഷ് 100% താരിഫാണ് ഫാർമ കമ്പനീസിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു റീസണാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഫാർമ കമ്പനീസ് സീവിയർ ആയിട്ട് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ 100% ഫാർമ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ US ഫാർമ എത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ വളരെ വലിയ 4ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് US സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അയർലൻഡും സ്വിറ്റ്സർലൻഡും ജർമ്മനിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ US ഫാർമ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അത് ഇന്ത്യയാണ്. പക്ഷേ അവിടെയാണ് ട്രംപിൻ്റെ ബുദ്ധി. അതായത് ഫാർമ കമ്പനീസിൽ ഇന്ത്യക്ക് മാത്രമാണ് ഉപരോധം, അല്ലെങ്കിൽ ഒരു 100% താരിഫ് ഏർപ്പെടുത്തിയത്. സെയിം ടൈം യൂറോപ്യൻ യൂണിയനോ ജപ്പാനോ ഈ ഒരു ഫാർമ സെക്ടറിലേക്ക് യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു താരിഫ് ഇല്ല എന്നുള്ളത് ഈ ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു എക്സ്പോർട്ട് അത് അമേരിക്കക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അടുത്ത ആഴ്ചയിൽ October 2 നമുക്ക് ഗാന്ധി ജയന്തി, മാർക്കറ്റ് അവധിയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി അപ്പോൾ ബുധനാഴ്ചയിലേക്ക് മാറും. ടാറ്റ ക്യാപിറ്റലിലെല്ലാം തന്നെ IPO 17,200 കോടി രൂപയുടെ IPO എല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച October 2 നമ്മളുടെ ഗാന്ധി ജയന്തി, അത് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി അഡ്ജസ്റ്റ് ചെയ്യും ബുധനാഴ്ചയിലേക്ക്. കാരണം 2-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഇനി എല്ലാം നെഗറ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിന്റിലധികം നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്പായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് ആയ ഡോ പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് കാണാൻ സാധിക്കും. നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ നിന്ന് സ്റ്റീപ്പ് ഫോളാണ്, ഏകദേശം 600-ലേറെ പോയിന്റ് ഫോൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മൺഡേ ടു ഒരു മൺഡേയുടെ ആ ഒരു ഹൈ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഫർദർ പോയിന്റ് ഒന്നും തന്നെ, അല്ലെങ്കിൽ മൺഡേയുടെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റിന് മുന്നോട്ട് പോകാനായിട്ടൊന്നും പറ്റിയില്ല. സ്റ്റീപ്പായിട്ട് 674 പോയിൻ്റ് ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഗ്ലോബൽ ഈവൻറ്റ്. ഓരോ രാജ്യങ്ങളുടെയും പ്രധാന ഈവൻറ്റ് നമുക്ക് കാണാം. US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ September 30 ഉണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് October 2. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ചൈനയും ജർമ്മനി നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കാം. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ RBI മോണിറ്ററി ക്രെഡിറ്റ് ഇൻഫർമേഷനും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും October 1 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്, US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, ചൈനയിലെയും ജർമ്മനിയുടെയും ഡേറ്റാസ് ഉണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ഗ്ലോബൽ ഈവൻറ്റിൽ ട്രേഡ് ബഡ്ഡി ടാബിൽ ഉണ്ട്. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ഓരോ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. കാരണം ഗ്ലോബൽ ഈവൻറ്റുകൾ ഓരോ ആഴ്ചയിലും US നിന്നും ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അതിലുള്ള എല്ലാ കീ ഈവൻറ്റുകളും അതേപോലെ തന്നെ റിയാക്ട് ചെയ്യപ്പെടാറുണ്ട്. നമ്മളത് അറിയാതെ ട്രേഡ് ചെയ്യുമ്പോൾ വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളും എല്ലാം തന്നെ അതിന് ഇരയാവേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്ലോബൽ ഈവൻറ്റ് എല്ലാ ആഴ്ചയും നോക്കുന്നത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ പവർ ഗ്രിഡ് 705 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അവർ. ചമ്പൽ ഫെർട്ടിലൈസർ കമ്പനിക്ക് 527 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. ഗോദാവരി പവർ കമ്പനി അവർക്ക് അവരുടെ പ്ലാന്റിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി, 6 പേര് മരിച്ചു. STS എൻ്റർപ്രൈസസ് കമ്പനി 4000 കോടി രൂപയുടെ ഓട്ടോ ഡിസ്പ്ലേ പ്രൊഡക്ഷൻ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്.
ഇൻ്റർ റിച്ച് ബിൽഡിംഗ് കമ്പനി 100 കോടി രൂപയുടെ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ ചെയ്യുന്നുണ്ട്. HDFC അവർക്ക് ദുബായിൽ HDFCക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യാനായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് കമ്പനി 300 കോടി രൂപ അവർ ശ്രീറാം ഓവർസീസിൽ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. വാസ്കോൺ കമ്പനി അവർ അദാനി ഇൻഫ്രയായിട്ട് അവർ പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനി 960 കോടി രൂപയുടെ ഫുഡ് പ്രോസസ്സിംഗ് ഡീല് ഇന്ത്യൻ മിനിസ്ട്രി ആയിട്ട് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി അവർ 50 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. ITC കമ്പനി ITCയുടെ ലക്ഷറി ബ്രാൻഡ് ഹോട്ടൽസ് എല്ലാം തന്നെ പുതിയതായിട്ട് അവർ എൻഹാൻസ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ITC ഹോട്ടൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദീപക് നൈട്രേറ്റ് കമ്പനി 115 കോടി രൂപയുടെ പുതിയ ഗുജറാത്തിലെ ഇവരുടെ പ്ലാന്റ് ഇവർ നവീകരിക്കുകയാണ്. ബിർള സോഫ്റ്റ് കമ്പനി പുതിയ CEO മാനേജിംഗ് ഡയറക്ടറും CEO ആയിട്ട് മിസ്റ്റർ അനഗ്ന ഗുഹാന അവർ റീഅപ്പോയിൻ്റ് ചെയ്തു. ജിൻഡാൽ സ്റ്റീൽ കമ്പനി ഇവർ ഒഡീഷയിൽ പുതിയ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെൽസ്പൻ കോർപ്പ് 16,000 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. ഐക്കോൺ കമ്പനിക്ക് 224 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടാറ്റ കൺസ്യൂമർ കമ്പനി 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഫിനോടെക്സ് കെമിക്കൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. ഇനി നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ട്. ആ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഫർദറായിട്ട് കുറേ ന്യൂസുകൾ ഷെയർ ചെയ്യും. അപ്പോൾ നേരെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്ത്, അധികം സമയമൊന്നും എടുക്കുന്നില്ല, ഞാൻ വളരെ സ്പീഡിലായിട്ടാണ് ന്യൂസുകൾ റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം ആർക്കും സമയക്കുറവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയും സമയം കളയാതെ ഈ ഡേറ്റാസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ഓൾ.